ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ തുടരും ട്രെയിലർ വന്നിരിക്കുകയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? തരുൺ മൂർത്തി വണ്ടർഫുൾ ഡയറക്ടറാണ്. മോഹൻലാൽ, ശോഭന, ഒന്നും പറയേണ്ട കാര്യമില്ല. ട്രെയിലർ കണ്ടു. ഒരു എന്താ പറയുക, പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടി അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. മോഹൻലാൽ തിരിച്ചു വരുന്നു, പഴയ മോഹൻലാൽ, അത് ഇത് അങ്ങനത്തെ പരിപാടികളൊന്നും പറയണ്ട. മോഹൻലാലൊന്നും ഒരുത്തിലേക്കും പോയിട്ടില്ല, അവരിവിടെ ഉണ്ട്. നമുക്ക് ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി എന്റർടൈനർ ആയിരിക്കും എന്നുള്ളത് കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല എന്നാണ് ട്രെയിലർ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ചെറിയൊരു കമന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയ ഒരു ദൃശ്യം മോഡൽ പരിപാടിയാണെന്നുള്ളത്. അതൊരു സസ്പെൻസ് ആയിട്ട് ഒരു വെച്ചിരിക്കുകയായിരുന്നോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് മോഹൻലാൽ എവിടെയോ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ കേട്ടു. സത്യമാണോ അല്ലോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് തുടങ്ങുന്നത് ഒരു സാധാരണക്കാരനായ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ സാധാരണ ഒരു ഫാമിലി അവരുടെ അടിപൊളിയായിട്ടുള്ള ലൈഫും കോമഡിയും അതിനകത്തുള്ള കോമഡി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അവർക്ക് എന്തോ സംഭവിക്കുന്നു, ആളുടെ കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നു. കാറ് നഷ്ടമാവുന്നു, പിന്നെ ആള് വേറൊരു വയലന്റ് മോഡിലോട്ട് പോകുന്ന പോലെയുള്ള ഒരു ഫീലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തോരം എഫക്റ്റീവ് ആവും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ തോന്നലുകളെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. നിങ്ങളിപ്പോൾ പകുതി പേരും ഇത് കണ്ടിട്ടുണ്ടാവും, ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു തോന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി എന്റർടൈനർ സ്പേസിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സീരിയസ് ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഈ പടം പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തരുൺ മൂർത്തിയുടെ മുമ്പുള്ള സിനിമകൾ, സൗദി വെള്ളയ്ക്ക, അതുപോലെയുള്ള മറ്റ് സിനിമകൾ ഉണ്ടായിരുന്നല്ലോ, ഓപ്പറേഷൻ ജാവ എന്നിട്ടുള്ള സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അതിനേക്കാളും ഒരുപടി മുന്നിൽ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു സംശയമില്ല. അതിൻ്റെ ഒരു കളർ പാറ്റേണും അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ്സും അതുകൂടാതെ തന്നെ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു സസ്പെൻസ് എലമെന്റ്സ് ഇതിനകത്ത് ഉണ്ട്. ഒരു ഫാമിലി കോമഡി സസ്പെൻഡ് എലമെന്റ് ഉള്ള ഒരു പടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് പറയാനുണ്ടോ? എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും ഇതിനെ കുറിച്ചിട്ട് പറയുന്നു, അയ്യോ മോഹൻലാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, പഴയ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, അങ്ങനെയുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മോഹൻലാലിന് അദ്ദേഹം ചൂസ് ചെയ്യുന്ന സിനിമകളുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ട് പല പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമ അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ ഞാനൊരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ മലക്കോട്ടെ വാലിബൻ ഉണ്ടല്ലോ, മലക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു കഥയായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സാരാംശം അല്ലെങ്കിൽ ഒരു കഥയായിട്ട് പറയുമ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥയാണ്. പക്ഷെ അത് മേക്കിങ്ങിലോ എവിടെയോ പാളിപ്പോയതാണത്. അതിന്റെ ഓരോ ഫ്രെയിമും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ, സിനിമയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഓരോ ഷോട്ടും ഓരോ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ആയിട്ടാണ് അദ്ദേഹം എടുക്കാറുള്ളത്. അതിന്റെ ഒരു എലമെന്റ് മലക്കോട്ടെ വാലിബനിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ എൻഗേജിങ് അല്ലെങ്കിൽ ഒരു പഴയ ഒരു മൂമെന്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തുടരും എന്നുള്ള സിനിമ എനിക്ക് തോന്നുന്നത് അതിന്റെ ട്രെയിലർ കാണുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രജപുത്ര പ്രൊഡക്ഷൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രജപുത്ര പ്രൊഡക്ഷൻസ്, രഞ്ജിത്ത് നിർമ്മിക്കുന്ന സിനിമകളൊക്കെ അതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇപ്പോൾ എന്താ പറയാ, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ അവരുടെ ബാനറിൽ വന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അതിനും വളരെയധികം നല്ലൊരു സ്വീകാര്യതയാണ് കിട്ടിയിട്ടുള്ളത്. ഈ സിനിമയെ കുറിച്ചിട്ട് വളരെ ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം പറയാൻ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീഷ് പോത്തൻ ആൻഡ് ടീം ഈ സ്ക്രിപ്റ്റുമോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സബ്ജക്റ്റുമോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സബ്ജക്റ്റ് എന്തുകൊണ്ടാണ് മാറിപ്പോയത് എന്നൊന്നും അറിയില്ല. ആ ഒരു സബ്ജക്റ്റിന്റെ ക്ലാരിറ്റിയിൽ ഉണ്ടായ വ്യത്യാസമാണോ അങ്ങനെയാണോ എന്നുള്ളതൊന്നും നമുക്ക് കാര്യം